മൂവിങ് ഓൺ. ഞങ്ങൾക്ക് ഇനി ഒരു അവാർഡ് മാത്രമേ നൽകാനായിട്ട് ബാക്കിയുള്ളൂ. ജനപ്രിയ നായികേനെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു ഷെയ്ൻ. ഇനി ഒരു അവാർഡ് മാത്രം, അതെന്ന് പറയുന്നത് ഞങ്ങളുടെ ഇക്കൊല്ലത്തെ മികച്ച നടിയാണ് ഞങ്ങൾ അറിയാൻ പോകുന്നത്. അതും സഹ്യാദ്രി ബയോലാബ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ബെസ്റ്റ് ആക്ട്രസ് അവാർഡാണ്. ഇതിന്റെ നോമിനേഷൻസ് നമുക്ക് ആദ്യം ഒന്ന് കണ്ടു നോക്കാം. അവളുടെ സന്തോഷം കണ്ടോ? അല്ല സുരേഷ്, ഇപ്പൊ ഒരു 50 ലക്ഷം രൂപ ചോദിച്ചു. എന്റെ അസുഖത്തെക്കാൾ കൂടുതലാ ഇവിടെ മറ്റു ചിലർക്ക്. IAS എന്ന 3 അക്ഷരം തരുന്ന അധികാരം 4 പേരിൽ നിന്നും മികച്ച നടിയായിട്ട് ഇക്കൊല്ലത്തെ കേരള വിഷന്റെ അവാർഡ്സിൽ ഏറ്റവും കൂടുതൽ ജനകീയ വോട്ടുകൾ കരസ്ഥമാക്കുന്ന സുന്ദരി ആരാണെന്ന് നമ്മൾ അറിയാൻ പോകുന്നു. സെക്കൻഡ് കേരള വിഷൻ ടെലിവിഷൻ അവാർഡ് ഗോസ് ടു സുരേഷ്, ഇപ്പൊ ഒരു 50 ലക്ഷം രൂപ ചോദിച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും എന്തെങ്കിലുമൊക്കെ വേണമെന്ന് പറയൂ. മൗനരാഗം എന്ന സീരിയലിലെ, ഏഷ്യാനെറ്റിലെ സീരിയലിലെ ഐശ്വര്യ റാംസായി ആണ് ഞങ്ങളുടെ ഇക്കൊല്ലത്തെ സഹ്യാദ്രി ബയോലാബ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട് ഇതാ മാറിയിരിക്കുന്നു ഞങ്ങളുടെ ഐശ്വര്യ റാംസായി. വലിയ കൈയ്യടി നൽകിക്കൊണ്ട് ഐശ്വര്യന്റെ വേദിയിലേക്ക് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നു. ഇനി ഇതിന്റെ പ്രശംസാപത്രം സമർപ്പിക്കാനായിട്ട് സഹ്യാദ്രി ബയോലാബ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഞങ്ങളുടെ ഡയറക്ടർ ജിതിൻ MD ആൻഡ് വൈഫ് ശ്രില, രണ്ടുപേരെ ഞങ്ങൾ ഇതാ ഒരുമിച്ച് ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ഞങ്ങളുടെ ഡയറക്ടറായ ജിതിൻ MD ആൻഡ് വൈഫ് ശ്രില ഇരുവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു. ഒപ്പം തന്നെ കേരള വിഷന്റെ ഉപഹാര സമർപ്പണത്തിന് വേണ്ടി PP സുരേഷ് കുമാർ, ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ ഫോർ ദ KCCL ലിമിറ്റഡ്. സഹ്യാദ്രിന്റെ ഞങ്ങളുടെ ഡയറക്ടർ ജിതിൻ ഇവിടെ വേദിയിലുണ്ട്. PP സുരേഷ് കുമാർ എത്തിക്കഴിഞ്ഞു. ഷെയ്ൻ ആണ് ഞങ്ങളുടെ ഐശ്വര്യയ്ക്ക് വേണ്ടിയുള്ള ഈ ഒരു അവാർഡ് നൽകുന്നത്. ഞങ്ങളുടെ ഏഷ്യാനെറ്റിലെ മൗനരാഗം എന്ന സീരിയലിലെ ഞങ്ങളുടെ ഐശ്വര്യ റാംസായി കേരള വിഷന്റെ മികച്ച നായിക. പ്രശംസാ പത്രം നൽകുന്നത് ഞങ്ങളുടെ ഡയറക്ടർ ജിതിൻ ആണ്. സഹ്യാദ്രി ബയോലാബ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഡയറക്ടർ ജിതിൻ ആണ് ഇവിടെ ഐശ്വര്യയ്ക്ക് വേണ്ടിയുള്ള അവാർഡ് നൽകുന്നത്. ഇനി ഉപഹാര സമർപ്പണമാണ്. യെസ് പ്ലീസ്. താങ്ക് യു സോ മച്ച് ഐശ്വര്യ. ഷെയ്ൻ മൗനരാഗം എന്ന സീരിയലിലെ ഊമക്കുട്ടിയായിട്ടാണ് തുടങ്ങുന്നത്. സോ മിണ്ടാട്ടം ഒന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. എന്നാൽ ഈ പറഞ്ഞ പോലെ അസാധ്യമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ഐശ്വര്യ. എന്നെ സൊല്ലേ പറ. എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര നെർവസ് ആയിട്ടിരിക്കുന്നു. പിന്നെ കേരള വിഷന് വളരെ നന്ദി എന്നെ ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട് തിരഞ്ഞെടുത്തതിന്. പിന്നെ എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത എല്ലാവർക്കും 1000 നന്ദിയുണ്ട്. പിന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്ത് എന്നെ ഇത്രയും സ്നേഹിച്ച മലയാള പീപ്പിൾസ് എല്ലാവർക്കും വളരെ താങ്ക് യു. നിങ്ങളുടെ വീട്ടിലൊരു കുട്ടിയെ പോലെ എന്നെ നോക്കുന്ന എല്ലാവർക്കും വളരെ നന്ദി. ഇങ്ങനെ ഒരാളെ കൊണ്ട് നമ്മൾ ഓണാശംസകളൊന്ന് പറയിക്കണ്ടേ? അതുകൊണ്ട് മാത്രം ഐശ്വര്യ എല്ലാവർക്കും ഞാൻ പറയാം, എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നന്നായിട്ട് പറഞ്ഞു. വേറെ വേണോ എന്തെങ്കിലും? വേണോ? വേണം. മലയാളം വേണോ? ധൃതങ്ക പുളകിതൻ ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ ഞങ്ങൾ വിഷമിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ക്യൂട്ട് ആളാണ് ഏഷ്യാനെറ്റ് ഫാമിലിയിലെ. ഞങ്ങൾ വൺ ഓഫ് ദ സ്വീറ്റസ്റ്റ് ആളാണ്. സോ താങ്ക് യു സോ മച്ച് പറയാണ്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സോ മച്ച് ബോത്ത്. ഷെയ്നെ മാത്രം ഞങ്ങളൊന്ന് റീറ്റെയിൻ ചെയ്യിക്കുന്നു. ആൻഡ് ഷെയ്ൻ ഇസ് ഓൺ ഹിയർ. ഷെയ്ൻ എന്നെ മിക്കവാറും ഇന്ന് ഇവിടെ എന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വിടുള്ളൂ. എന്തായാലും വേറൊന്നുമല്ല, ഷെയ്ൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ, എനിക്ക് തോന്നുന്നു ഈ ഒരു ജനറേഷന്റെ മനസ്സിൽ വന്നൊരു പാട്ടെന്ന് പറയുന്നത് RDXലെ നീല നിലവേ തന്നെയാണ് അല്ലേ?
RDXലെ ഷെയ്ൻ്റെ ആ ഡാൻസ് കണ്ട് ഭയങ്കരമായിട്ട് ഷെയ്നോട് ഇഷ്ടം തോന്നിയ ഒത്തിരി പേര് ഇവിടെ ഉണ്ടായിരുന്നില്ലേ? വേണ്ടേ? ഷെയ്നെ കൊണ്ട് നമുക്ക് അതൊന്ന് ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് ഡാൻസ് ചെയ്യിപ്പിക്കണോ? വേണോ? നിങ്ങൾ പറഞ്ഞാലേ ഷെയ്ൻ ചെയ്യുള്ളൂ. ബിക്കോസ് ഈസ് ടോട്ടലി എ പീപ്പിൾസ് പേഴ്സൺ, നോട്ട് മൈ പേഴ്സൺ. സോ പീപ്പിൾസ് പേഴ്സൺ ആണ്. വേണോ? വേണം. പക്ഷെ അതിനു വേണ്ടി 2-3 താരസുന്ദരിമാരെ കൂടി വേണ്ടേ? പാർവതി, റബേക്ക, പ്ലീസ് ജോയിൻ. ഗേൾസ് കം, ജോയിൻ. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. പ്രസാദേട്ട, ഷംനാഥേട്ട, ഏതെങ്കിലും നമ്മുടെ ആക്ട്രസസ് ഉണ്ടോ? നായികമാരുണ്ടോ വേറെ? നല്ലൊരു നമ്മൾ RDXലെ പാട്ട് മതി. ഷെയ്നെ ഞാൻ സെൻറ്റർ ചെയ്യട്ടെ? യു ഹാവ് ടു സ്റ്റേ. എന്താ മിണ്ടാട്ടം ഒന്നുമേ വേണ്ടേ? ഒള്ളി ഡാൻസ് മാത്രം മതി. ഷെയ്ന് നിൽക്കാണ്. ആഹാ, അയ്യോ അങ്കിത ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഇവിടെ നിൽക്കാം. ഷെയ്നെ അങ്കിത അപ്പുറത്ത് നിർത്താം. അല്ല, ഷെയ്ൻ ഷുഡ് ബി ഓൺ ദ സെന്റർ. ഷെയ്നെ നമുക്ക് നായികമാരുടെ ഇടയ്ക്ക് നിർത്താം. ഷെയ്ൻ ഷുഡ് ബി ഹിയർ. ഷെയ്ൻ ഇവിടെ നിൽക്കുന്നു. നമ്മൾ നോ ബോഡി ടച്ചിങ്സ്. ഓക്കെ, ബോഡി ടച്ചിങ്സ് ഓക്കെ ആണോ? കുഴപ്പമില്ല. കൈയൊക്കെ വല്ല പ്രശ്നമില്ലല്ലോ? ഒന്നുമില്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഓക്കെ, ഇപ്പോഴത്തെ കാലം ശ്രദ്ധിക്കണേ. അപ്പൊ അതുകൊണ്ട് അല്ല, ശരിയാണല്ലോ. ഞങ്ങളാണോ ശ്രദ്ധിക്കേണ്ടത്? അല്ല, മൊത്തത്തിൽ ചുമ്മാ കേട്ടോ, ഞാൻ ചുമ്മാ ജസ്റ്റ് ഫോർ ദ ഫൺ. ദൈവമേ. ഓക്കെ, റെഡിയാണോ? ഷെയ്ൻ റെഡിയാണോ? അങ്കിത റെഡി? നമ്മൾ മാക്സിമം ഷെയ്ൻ്റെ സ്റ്റെപ്സ് ഞങ്ങൾ നോക്കി ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും. റെഡി? സോ നമ്മൾ ഒരുമിച്ച് 3 തൊട്ട് കൗണ്ട് ചെയ്താൽ നമ്മൾ മ്യൂസിക് ചെയ്യാൻ പോവാണ്. 3, 2, 1.